ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് എല്ലാ ന്യൂസും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ ഇന്നത്തെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. അമൂൾസ് RS സോദി ഇലക്റ്റഡ് ആസ് എ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ. അപ്പോൾ അമൂൽ കമ്പനി നിങ്ങൾക്ക് അറിയുണ്ടാവും. അമൂലിൻ്റെ RS സോദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ ഡയറി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് എലക്റ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് അമൂൽ ഫെഡറേഷൻ RS സോദി ഹാസ് ബീൻ ചോസൺ ടു ലീഡ് ദ ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ആസ് ഇറ്റ്സ് ന്യൂ പ്രസിഡൻറ്റ്. ഇന്ത്യൻ ഡയറി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് എലക്റ്റായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അഗസ്റ്റേ ടാനോ ക്വാമെ നെയ്മഡ് വേൾഡ് ബാങ്ക്സ് ന്യൂ കൺട്രി ഡയറക്ടർ ഫോർ ഇന്ത്യ. അപ്പോൾ അഗസ്റ്റേ ടാനോ ക്വാമെ വേൾഡ് ബാങ്കിൻ്റെ കൺട്രി ഡയറക്ടർ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കൺട്രി ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ആയി എന്നാണ്, നെയിം ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Auguste Tano Kaume is World Bank's country director for India. He replaces Junaid Kamal Ahmad, who recently completed a 5-year term. അപ്പോൾ ജുനൈദ് കമാൽ അഹമ്മദിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് ഈ അഗസ്റ്റേ ടാനോ കുവാമെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ഓഫ് ഫിനാൻസ് CB അനന്തകൃഷ്ണൻ ഗെറ്റ്സ് അഡീഷണൽ ചാർജ് ഓഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ഓഫ് ഫിനാൻസിന് CB അനന്തകൃഷ്ണനാണ്. അദ്ദേഹത്തിന് അഡീഷണൽ ചാർജ് കൊടുത്തിരിക്കുകയാണ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സെയിം കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ മിസ്റ്റർ CB അനന്തകൃഷ്ണൻ, ഡയറക്ടർ ഫിനാൻസ് ഓഫ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹാസ് ടേക്കൺ ഓവർ ദ അഡീഷണൽ ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടുഡേ ഫോളോയിങ് ദ സൂപ്പർ ആനുവേഷൻ ഓഫ് മിസ്റ്റർ R മാധവൻ ആസ് CMD HAL ഓൺ 31st July 2022. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ഓഫ് ഫിനാൻസായ CB അനന്തകൃഷ്ണൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ അഡീഷണൽ ചാർജ് കൂടി കിട്ടിയിരിക്കുകയാണ്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അഡീഷണൽ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ബാൻസ് നോൺ കാർഡ് ഇഷ്യൂവേഴ്സ് ഫ്രം സ്റ്റോറിങ് COF ഡാറ്റ ഫ്രം October 1. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. Reserve Bank of India said with effect from October 1st, no entity in a card transaction or payment chain other than card issuers and or card networks can store COF, അതായത് card on file data, and any such data stored previously must be purged. അപ്പോൾ RBI നോൺ കാർഡ് ഇഷ്യൂവേഴ്സിന് COF ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിൽ നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ്. October 1 മുതൽ അത് ബാൻ ചെയ്യും. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Zee Entertainment's merger with Sony Pictures Networks gets NSE and BSE approval. അപ്പോൾ Zee എൻ്റർടൈൻമെൻറ്റ് മെർജ് ചെയ്തിരിക്കുകയാണ് സോണി പിക്ചേഴ്സ് നെറ്റ്വർക്കായിട്ട്. അപ്പോൾ അതിന് NSE ആൻഡ് BSE അപ്രൂവൽ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും അപ്രൂവൽ കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Prime Minister addresses inaugural session of first All India District Legal Services Authorities meet. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് ഇനോഗ്രൽ സെഷൻ ഓഫ് ഫസ്റ്റ് ഓൾ ഇന്ത്യ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി മീറ്റാണ് അതായത് അറ്റൻഡ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിലയൻസ് ആൻഡ് ഓല രാജേഷ് എക്സ്പോർട്സ് ടു മേക്ക് ബാറ്ററീസ് ഇൻ ഇന്ത്യ അണ്ടർ $2.3 billion പ്ലാൻ.
അപ്പോൾ റിലയൻസ്, അതേപോലെ ഓല, അതേപോലെ രാജേഷ് എക്സ്പോർട്സ്, അവരൊക്കെ ബാറ്ററീസ്, ഇന്ത്യയിൽ ബാറ്ററീസ് നിർമ്മിക്കാൻ പോവുകയാണ്. അണ്ടർ $2.3 ബില്യൺ പ്ലാൻ, $2.3 ബില്യൺ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് പ്രോഗ്രാം പ്ലാനിൽ $2.3 ബില്യൺ അണ്ടറിൽ ബാറ്ററീസ് നിർമ്മിക്കാൻ പോവുകയാണ്. ഇതൊന്ന് വായിച്ചു നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ് ബാക്ക്ഡ് ഓല ഇലക്ട്രിക് ആൻഡ് ഇന്ത്യൻ ജ്വല്ലറി മേക്കർ രാജേഷ് എക്സ്പോർട്സ് സൈൻഡ് ഫൈനൽ എഗ്രിമെൻറ്റ്സ് ടു ബിൽഡ് ബാറ്ററി സെൽസ് അണ്ടർ എ $2.3 ബില്യൺ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് പ്രോഗ്രാം. അപ്പോൾ റിലയൻസ് കമ്പനികളുടെ പേര് ഓർത്ത് വയ്ക്കുക. റിലയൻസ്, ഓല, അതേപോലെ രാജേഷ് എക്സ്പോർട്സ് ആണ് ബാറ്ററീസ് ഇൻ ഇന്ത്യ മേക്ക് ചെയ്യാൻ പോകുന്നത് $2.3 ബില്യൺ പ്ലാനിൽ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റേർഡ് മാക്സിമം മണി ലോണ്ടറിങ് കേസസ് ഡ്യൂറിങ് 2021-22 ഫിസ്ക്കൽ. ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മാക്സിമം മണി ലോണ്ടറിങ് കേസസ് 2021-22 ഫിസ്ക്കൽ പീരീഡിൽ. So in the last 10 years, the Enforcement Directorate registered the highest number of money laundering and foreign exchange violation cases in 2021-22 financial year at 1,180 and 5,313 complaints respectively. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാക്സിമം മണി ലോണ്ടറിങ് കേസസ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ ഫോംസ് ടാസ്ക് ഫോഴ്സ് ടു മോണിറ്റർ monkeypox വൈറസ് സിറ്റുവേഷൻ ഇൻ ദ നേഷൻ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സിനെ നിർമ്മിച്ചിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ monkeypox വൈറസ് അതിൻ്റെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത്. The center has formed a task force in the wake of monkeypox cases in India to monitor and provide guidance to the government on the expansion of diagnostic facilities and to explore vaccination for the infection in the country. The team will be headed by Dr. V.K. Paul, member of Health Niti Aayog, and members including Secretary, Union Health Ministry, Pharma and Biotech. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഫോം ചെയ്തിരിക്കുന്നത് ടാസ്ക് ഫോഴ്സിനെ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ monkeypox വൈറസ് സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DST INSPIRE fellow leads study unveiling the secret of a distant dwarf galaxy formation. അപ്പോൾ DST INSPIRE ഫെല്ലോ ലീഡ് ചെയ്തിരിക്കുകയാണ് സ്റ്റഡി അൺവെയിലിംഗ് സീക്രട്ട് ഓഫ് ഡിസ്റ്റൻറ്റ് ഡ്വാർഫ് ഗാലക്സി ഫോർമേഷൻ്റെ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ഓൺ ബോർഡ് ആസ്ട്രോസാറ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി, ഹാസ് റീസെൻ്റ്ലി ഡിറ്റക്റ്റഡ് ഫയൻറ്റ് എമിഷൻ of a far ultraviolet light in the outskirts of a sample of distant blue compact dwarf galaxies that about 1.5 to 3.9 billion light years away. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ കണ്ടെത്തിയെന്നാണ് ഒരു പഠനം പറഞ്ഞിരിക്കുകയാണ്. These are small galaxies usually characterized by their centrally concentrated star formation. അപ്പോൾ DST INSPIRE ഫെലോ ലീഡ്സ് ആണ് സ്റ്റഡി ചെയ്തത് അൺവെയിലിംഗ് ദ സീക്രട്ട് ഓഫ് ഡിസ്റ്റൻറ്റ് ഡ്വാർഫ് ഗാലക്സി ഫോർമേഷൻ്റെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Geological Survey of India working on 18 lithium projects across states field season program 2022-23. അപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 18 ലിത്തിയം പ്രൊജക്ട്സ് അക്രോസ് സ്റ്റേറ്റ്സ്. പിന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. Khanij Bidesh India Limited, Kabil, a joint venture of 3 central public sector enterprises under the Ministry of Mines, has signed a non-binding memorandum of understanding with 3 state-owned organizations of Argentina for the purpose of information sharing with respect to prospective mineral agencies, acreages of lithium. അപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വർക്ക് ചെയ്തിരിക്കുകയാണ് 18 ലിത്തിയം പ്രൊജക്ട്സിൽ.
across states field season program in 2022-23. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഔറംഗാബാദ് സ്മാർട്ട് സിറ്റി ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ഗെറ്റ് ഗൂഗിൾസ് എൻവയോൺമെൻറ്റൽ ഇൻസൈറ്റ്സ് ഡാറ്റ. അപ്പോൾ ഔറംഗാബാദ് സ്മാർട്ട് സിറ്റി ഇന്ത്യയിലത്തെ ഫസ്റ്റ് സിറ്റി ആയിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ എൻവയോൺമെൻറ്റൽ ഇൻസൈറ്റ്സ് ഡാറ്റ കിട്ടുന്ന ഫസ്റ്റ് സിറ്റി ആയിരിക്കുകയാണ് ഔറംഗാബാദ് സ്മാർട്ട് സിറ്റി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 50 million EXIM കണ്ടെയ്നേഴ്സ് ഹാൻഡിൽഡ് അണ്ടർ ലോജിസ്റ്റിക്സ് ഡാറ്റ ബാങ്ക് പ്രൊജക്റ്റ്. അപ്പോൾ 50 million EXIM എക്സ്പോർട്ട് ഇമ്പോർട്ട് കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ് ലോജിസ്റ്റിക്സ് ഡാറ്റ ബാങ്ക് പ്രൊജക്റ്റിൽ. നമുക്കൊന്ന് വായിക്കാം. NLDSL NICDC Logistics Data Banks LDB project has achieved a milestone of handling 50 million EXIM containers since its inception 6 years ago. അപ്പോൾ 50 million EXIM കണ്ടെയ്നേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ലോജിസ്റ്റിക്സ് ഡാറ്റ ബാങ്ക് പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Minister's dashboard schemes of Department of Animal Husbandry and Dairying launched. അപ്പോൾ മിനിസ്റ്റേഴ്സ് ഡാഷ്ബോർഡ് ഫോർ സ്കീംസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ശ്രീ പുരുഷോത്തം റൂപാല, യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മിനിസ്റ്റേഴ്സ് ഡാഷ്ബോർഡ് ഫോർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഇൻ ന്യൂഡൽഹിയിലാണ്. ഇൻ പ്രസൻസ് ഓഫ് ഡോക്ടർ സഞ്ജീവ് കുമാർ ബാലിയാൻ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് FHD, ഡോക്ടർ എൽ മുരുകൻ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് FHD ആൻഡ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ആൻഡ് ശ്രീ അതുൽ ചതുർവേദി, സെക്രട്ടറി ഓഫ് FHD. അപ്പോൾ മിനിസ്റ്റേഴ്സ് ഡാഷ്ബോർഡ് ഫോർ സ്കീംസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സത്യേന്ദ്ര പ്രകാശ് ഈസ് ന്യൂ പ്രിൻസിപ്പൽ DG പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അപ്പോൾ പ്രിൻസിപ്പൽ DG ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുകയാണ് സത്യേന്ദ്ര പ്രകാശ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. സീനിയർ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ സത്യേന്ദ്ര പ്രകാശ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് സത്യേന്ദ്ര പ്രകാശാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ഇനോഗ്രേറ്റ്സ് ഡച്ച് ബാങ്ക്സ് IBU അറ്റ് ഗിഫ്റ്റ് IFSC. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഡച്ച് ബാങ്കിൻ്റെ IBU IFSC ബാങ്കിങ് യൂണിറ്റ് അറ്റ് ഗിഫ്റ്റ്, അതായത് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി IFSC അവിടെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് ദ IFSC ബാങ്കിങ് യൂണിറ്റ് ഓഫ് ഡച്ച് ബാങ്ക് AG അറ്റ് ദ ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ഇൻ അഹമ്മദാബാദ്. അപ്പോൾ അഹമ്മദാബാദിൽ വെച്ചാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാക്സ് വെർസ്റ്റാപ്പൻ വിൻസ് ദ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് ഫ്രം 10th ആസ് മെഴ്സിഡീസ് ഏൺ ഡബിൾ പോഡിയം അഗെയിൻ. അപ്പോൾ മാക്സ് വെർസ്റ്റാപ്പൻ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് ജയിച്ചിരിക്കുകയാണ്. ഫ്രം 10th ആസ് മെഴ്സിഡീസ് ഏൺ ഡബിൾ പോഡിയം അഗെയിൻ. അപ്പോൾ മെഴ്സിഡീസ് ഡബിൾ പോഡിയം നേടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. മാക്സ് വെർസ്റ്റാപ്പൻ വൺ ദ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് ആഫ്റ്റർ അനദർ ഫെറാറി സ്ട്രാറ്റജി ബ്ലണ്ടർ കോസ്റ്റ് ചാൾസ് ലെക്ലേർക്ക് എ പ്രോബബിൾ വിക്ടറി. Verstappen crossed the line 7.8 seconds clear of Lewis Hamilton following a late surge from 7-time world champion with George Russell third. അപ്പോൾ മാക്സ് വെർസ്റ്റാപ്പൻ ആണ് ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് ജയിച്ചത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
After PUBG, India blocks access to Crafton's game BGMI using IT law. അപ്പോൾ പബ്ജി ബാൻ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ വേറൊരു ഗെയിമിംഗ് കൂടി ബാൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. അതായത് ക്രാഫ്റ്റൻ്റെ BGMI എന്ന് പറയുന്ന ഗെയിമാണ് ബാൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എർത്ത് സ്മാഷസ് റെക്കോർഡ് അഗെയിൻ ഫോർ ഷോർട്ടസ്റ്റ് ഡേ. അപ്പോൾ എർത്ത് സ്മാഷ് ചെയ്തിരിക്കുക, ഒരു റെക്കോർഡ് സ്മാഷ് ചെയ്തിരിക്കുകയാണ് ഷോർട്ടസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എർത്ത് ഓൺ July 29 completed one spin in just 1.59 milliseconds, which is less than usual of 24-hour rotation, recording the shortest day. അപ്പോൾ എർത്ത് July 29 ഒരു സ്പിന്ന് 1.59 milliseconds കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. which is less than its usual 24-hour rotation, recording the shortest day. നമുക്കൊന്ന് വായിക്കാം. In earlier 2020, the Earth saw its shortest month that has ever been recorded since 1960s. On July 19 of that day, the shortest of all time. Sorry. Earlier in 2020, the Earth saw its shortest month that was ever been recorded since 1960s. On July 19th of that year, the shortest of all time was measured. It was 1.47 milliseconds shorter than typical 24-hour day. അപ്പോൾ 1.59 milliseconds 24 മണിക്കൂറിന് 1.59 milliseconds കമ്മിയായിട്ടാണ് July 29 കംപ്ലീറ്റ് ആയത്. അതേപോലെ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് 1.47 milliseconds കമ്മിയായിട്ട് 24-hour ഡേ കംപ്ലീറ്റ് ആയിരുന്നു. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫിലിപ്പൈൻസ് എക്സ് പ്രസിഡന്റ് ഫിഡൽ റാമോസ് ഡൈസ് അറ്റ് 94. അപ്പോൾ ഫിലിപ്പൈൻ്റെ എക്സ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ആയിരുന്ന ഫിഡൽ റാമോസ് 94-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ ഫിഡൽ റാമോസ് ആണ് അന്തരിച്ചത്. നോൺ ആസ് സ്റ്റഡി എഡ്ഡി എന്നും അറിയപ്പെടും for his unflappable demeanor during the country's regular moments of upheaval. അപ്പോൾ സ്റ്റഡി എഡി എന്നും അറിയപ്പെടും ഈ ഫിലിപ്പൈൻസിൻ്റെ മരിച്ചുപോയ എക്സ് പ്രസിഡൻ്റായ ഫിഡൽ റാമോസ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തേർഡ് എഡിഷൻ ഓഫ് വിയറ്റ്നാം ഇന്ത്യ ബൈലാറ്ററൽ ആർമി എക്സസൈസ് എക്സ് VINBAX 2022 to begin at ചാന്ദിമന്ദിർ ഇൻ ഹരിയാന. അപ്പോൾ മൂന്നാമത്തെ എഡിഷൻ ഓഫ് ഇന്ത്യ വിയറ്റ്നാം ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ്, ആർമി എക്സസൈസ് ആയ എക്സസൈസ് VINBAX 2022 തുടങ്ങാൻ പോവുകയാണ്. ചാന്ദിമന്ദിർ ഹരിയാനയിൽ വെച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. സോ ദ തേർഡ് എഡിഷൻ ഓഫ് വിയറ്റ്നാം ഇന്ത്യ ബൈലാറ്ററൽ ആർമി എക്സസൈസ് എക്സ് VINBAX 2022 began at Chandimandir. The exercise is a sequel to previously conducted bilateral exercise in Vietnam 2019. അപ്പോൾ ഈ വർഷത്തെ തീം ഈസ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആൻ എഞ്ചിനീയർ കമ്പനി ആൻഡ് മെഡിക്കൽ ടീം ആസ് പാർട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻസ് കണ്ടിൻജൻറ്റ് ഫോർ പീസ് കീപ്പിംഗ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ എക്സസൈസ് ഓഗസ്റ്റ് 20 വരെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കോമൺവെൽത്ത് ഗെയിംസ് 2022. Achinta Sheuli smashes games record to give India third gold. അപ്പോൾ അച്ചിൻറ്റ ഷെയ്ലിയാണ് ഗോൾഡ് നേടിയിരിക്കുന്നത്. തേർഡ് ഗോൾഡാണ് അച്ചിൻറ്റ ഷെയ്ലി സ്മാഷ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. Achinta Sheuli smashed the game's record by lifting a total of 313 to win the gold medal in a men's 73 kg category. Sheuli first broke the game's record twice in the snatch round, lifting 140 kg and 143 kg. He then lifted 166 kg and 170 kg in a clean and jerk round to register a game's record for overall weight. Weightlifter Jeremy Lalrinunga won gold in men's 67 kg final. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.